ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിലുള്ളതായ ഒരു ചെറിയ പുസ്തകമാണ് ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം. അത് 2 അധ്യായം മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഈ ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന ചെറിയ പ്രവാചകന്മാരുടെ ഇടയിലുള്ള ഒരു പ്രവാചകൻ്റെ പുസ്തകമാണ്. വേദപുസ്തകത്തിൽ മേജർ പ്രോഫറ്റ്സ് ഉണ്ട്, മൈനർ പ്രോഫറ്റ്സ് ഉണ്ട്. വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്. അവരുടെ വലിപ്പവും ചെറുപ്പവും അവരുടെ ആ പുസ്തകത്തിൻ്റെ വലിപ്പ ചെറുപ്പം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. അല്ലാതെ പ്രവാചകന്മാരെല്ലാവരും ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എല്ലാവരും ഉന്നതന്മാർ തന്നെ. എന്നാൽ ചില പ്രവാചകന്മാർ കുറച്ച് മാത്രമേ പ്രവചിച്ചിട്ടുള്ളൂ, ചില പ്രവാചകന്മാർ വളരെ കൂടുതൽ പ്രവചിച്ചിട്ടുണ്ട്. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് വായിക്കാം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ലളിതമായ ഒരു ആശയമാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് ഞാൻ നിങ്ങളുടെ സ്ഥിതി മാറ്റിത്തരും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ, ഇന്ന് ദൈവത്തിന് വചനം കേൾക്കുകയാണ്, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് നാം കേൾക്കുന്നത്. വചനം പറയുന്നയാളുടെ അറിവോ അല്ലെങ്കിൽ ജ്ഞാനമോ ഒന്നും ഇതിൽ വിഷയമല്ല. പറയുന്നയാളെ കർത്താവ് മാറ്റി നിർത്തുകയാണ്. കർത്താവ് തന്നെ വന്ന് നമ്മൾ ഓരോരുത്തരോടും, വചനം പറയുന്നയാളോടും വചനം കേൾക്കുന്നവരോടും കർത്താവ് തന്നെ സംസാരിക്കുകയാണ്. എന്നാണ് പറയുന്നത്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എത്ര ആശ്വാസകരമായൊരു വാക്കാണത്. രോഗശൈലിയിൽ കിടക്കുന്ന ഒരാൾക്ക് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് കേൾക്കുമ്പോൾ ആ രോഗത്തിൽ നിന്ന് ഒരു മുക്തി, ഒരു മോചനം കിട്ടും. മനസ്സിന് സമാധാനമാകും. പൈസയ്ക്ക് ഞെരുക്കുന്ന ഒരാൾ, കടത്തിൽ മുങ്ങി വരയുന്ന ഒരാൾ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വചനം കേൾക്കുമ്പോൾ ഉള്ളത്തിലൊരു കുളിർമ പകരും. ഇന്നു മുതൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും. ഒരു നല്ല ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് കാത്തിരിക്കുന്ന ഒരാൾ, പലയിടത്തും അന്വേഷിച്ചിട്ടും ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്ന ഒരാൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനേകം കൊടുമ്പിരിക്കൊണ്ട പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ ഈ വാക്ക് കേൾക്കുമ്പോൾ, ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഒരു സന്തോഷമുണ്ടാകും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പറയുന്നത് മനുഷ്യരാണെങ്കിൽ നമുക്കതിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ ഇത് പറയുന്നത് ദൈവമാണ്, നിത്യനായ ദൈവമാണ് പറയുന്നത്. ആദിയും അന്തവും ഇല്ലാത്ത ദൈവമാണ് പറയുന്നത്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. എത്ര സന്തോഷകരമായ കാര്യമാണത്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്നാൽ ഈ ഹഗ്ഗായി പ്രവാചകൻ പറയുന്നു, ഇന്ന് എന്ന ഈ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾ പുറകോട്ട് നോക്കൂ. പുറകോട്ട് നോക്കിയാൽ, നമുക്ക് അതിൻ്റെ അല്പം മുമ്പുള്ള ഭാഗം വായിക്കാം. പുറകോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഈ ആലയത്തിന് നിങ്ങൾ കല്ലിന്മേൽ കല്ല് വെച്ച കാലത്തിന് മുൻപുള്ള കാലം നിങ്ങൾ വിചാരിച്ച് നോക്കുകയും. 2:15. ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുൻപുള്ള കാലം വിചാരിച്ചു കൊള്ളുവിൻ. ആ കാലം നിങ്ങൾ ഓർത്തു നോക്കൂ. ദൈവത്തിൻ്റെ മന്ദിരം പണിയുന്നതിന് നിങ്ങൾ തുടങ്ങുന്നതിന് മുൻപുള്ളതായ കാലം, ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിന് തുടങ്ങുന്നതിന് നിങ്ങൾ വിചാരിച്ചത് അതിനു മുൻപുള്ളതായ കാലം നിങ്ങൾ ചിന്തിച്ച് നോക്കുകയും. ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിന്മേൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുൻപുള്ള കാലം വിചാരിച്ചു കൊള്ളുകയും. ആ കാലത്ത് നിങ്ങൾക്കെന്നും ഇതിന് മുൻപുള്ള, ഇന്ന് എന്നുള്ളതിന് മുമ്പുള്ള കാലം നിങ്ങൾക്കെന്നും ദുരിതമായിരുന്നു. എന്നും ദുരിതമായിരുന്നു. എന്താണ് ആ ദുരിതം? എങ്ങനെയാണ് വായിക്കൂ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. 20 പറയുള്ള കൂമ്പാരത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ നോക്കുമ്പോൾ 10 പറയേ കാണുള്ളൂ. പ്രതീക്ഷ 20 പറ കിട്ടുമെന്നാണ്. കാരണം അത് ഉറപ്പായിട്ട് വിചാരിച്ചിട്ടുണ്ടാണ് ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ 10 പറ മാത്രമേ കിട്ടുന്നുള്ളൂ. നാം സംഭരിച്ചു വെച്ചതിൻ്റെ പകുതി മാത്രമേ കിട്ടുന്നുള്ളൂ. പലതും നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. 50 കിട്ടേണ്ടതാണ്. 50 പാത്രം എണ്ണ ലഭിക്കേണ്ടതാണ്. പക്ഷേ കോരി കഴിയുമ്പോൾ കിട്ടുന്നത് 20 ഉള്ളൂ. പ്രതീക്ഷിക്കുന്നത് പോലെ ഫലം കാണാത്ത ഒരു കാലം, പഴയ കാലം. വലിയ ഫലം പ്രതീക്ഷിച്ചിരുന്നു.
നല്ല കാലങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതൊന്നും കിട്ടുന്നില്ല. നല്ല വിളവെടുപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു, അതും കിട്ടുന്നില്ല. ചെന്ന് തൊടുന്നിടത്തെല്ലാം കെടുതിയാണ്, നഷ്ടമാണ്. ഒന്നിനും ഒരു കരയേറ്റം കിട്ടുന്നില്ല. ഒരുപക്ഷെ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ പലരും അങ്ങനെയായിരിക്കും. ഒരു കരയേറ്റം കിട്ടുന്നില്ല, മുന്നോട്ടൊരു ആക്കം കിട്ടുന്നില്ല, മുന്നോട്ട് ഒരു ഉയർച്ച കിട്ടുന്നില്ല, പുരോഗതി കിട്ടുന്നില്ല. ഇന്നത്തെ സ്ഥിതിയിൽ നിന്നുകൊണ്ട് പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളിൽ നമുക്ക് പരാജയങ്ങൾ നേരിട്ടതേ നമുക്ക് ഓർക്കാനുള്ളൂ. ഭൗതികമായ കാര്യങ്ങളിൽ പരാജയമുണ്ട്, ആത്മീയമായ കാര്യങ്ങളിലും പരാജയമുണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്? ഇന്നത്തെ തൊട്ട് പുറകിലേക്ക് നോക്കിയാൽ ഇന്ന് നിങ്ങൾ ദൈവാലയത്തിന് അടിസ്ഥാനമിടുകയാണ്, നിങ്ങൾ ദൈവാലയം പണിയാൻ തുടങ്ങുകയാണ്. എന്നാൽ നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ അന്ന് ആ കാലത്ത് നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? എന്നും നഷ്ടമല്ലായിരുന്നോ? എന്നും കഷ്ടമല്ലായിരുന്നോ? എന്നും ദുരിതമല്ലായിരുന്നോ? ഇന്ന് ഈ നിമിഷം വരെയും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും സങ്കടങ്ങളും വ്യഥകളുമായിട്ട് നിങ്ങൾ വലയുകയല്ലായിരുന്നോ? നിരാശകരമായ സാഹചര്യമല്ലായിരുന്നോ? പ്രവാചകൻ ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് 17-ാം വാക്യം, വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു. വെൺകതിരും വിഷമഞ്ഞും മാത്രമല്ല, കൽമഴയും കൊണ്ട് പ്രകൃതി മുഴുവൻ ശോഭിച്ചിരിക്കുകയായിരുന്നു. എന്തെല്ലാം നഷ്ടങ്ങൾ! വലിയ കൊടുങ്കാറ്റുകൾ വീശി, വലിയ ഇടിമിന്നലുകൾ, മിന്നൽ പിണറുകൾ വീശി, വലിയ ദുരിതങ്ങൾ വന്നു. പ്രകൃതി മുഴുവൻ എതിരായി നിന്നു. വലിയ കൊടിയ മഴ കൊണ്ട് വിഷമിച്ച കാലങ്ങളുണ്ട്, കൊടിയ വേനൽ കൊണ്ട് വിഷമിച്ച കാലങ്ങളുണ്ട്. എല്ലാ വിധത്തിലും നിങ്ങൾക്ക് ദുരിതമായിരുന്നു, കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു. എന്നാൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഈ നിമിഷം വരെയും നിങ്ങൾ ദുരിതത്തിൻ്റെ പര്യായങ്ങളായിരുന്നു, യാതനയുടെ വകഭേദങ്ങളായിരുന്നു, കഷ്ടപ്പാടും ദുഃഖവും കൊണ്ട് വലഞ്ഞുപോയ കാലങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ ഇന്ന് തൊട്ട് മുന്നോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ, മുന്നോട്ട് നോക്കൂ. ഇനി മുന്നോട്ടുള്ള കാലം, ഇന്ന് എന്ന ഈ ദിവസം തൊട്ട് മുന്നോട്ട് ഇനി വരാനിരിക്കുന്ന കാലം നോക്കുവിൻ. അടുത്ത വാക്യം, നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവിൻ. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിന് അടിസ്ഥാനമിടുകയാണ്. ആലയത്തിന് അടിസ്ഥാനമിട്ട് കഴിഞ്ഞാൽ ഇതിന് ശേഷമുള്ള കാലം നിങ്ങൾ തിരിഞ്ഞു നോക്കുവിൻ. ഇനി ശേഷമുള്ള കാലം എന്താണ് നിങ്ങൾ കേൾക്കൂ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ വലിയൊരു കാര്യം ചെയ്യുകയാണ്. ദൈവാലയത്തിന് അടിസ്ഥാനമിടുകയാണ്. ഏതാണ് ഈ ദൈവാലയം? നമുക്ക് ദൈവാലയങ്ങളുണ്ട്, അനുഗ്രഹീതമായ പള്ളികളുണ്ട്. തീർച്ചയായും നാം പള്ളികളിൽ പോകുന്നവരാണ്, പള്ളിയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ദൈവാലയം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വേദപുസ്തകം പറയും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ? നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം അത് വിശുദ്ധമല്ലോ. നശിപ്പിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഇവിടെ ഡിസ്ട്രോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈലത്ത് മൈ ടെമ്പിൾ. എൻ്റെ ആലയം അശുദ്ധമാക്കുന്നതിനെ ഞാൻ നശിപ്പിക്കും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈലത്ത് മൈ ടെമ്പിൾ. എൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനെ, അശുദ്ധമാക്കുന്നതിനെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. പരിശുദ്ധമായ ദൈവാലയത്തെ അശുദ്ധമാക്കരുത്. ഇത് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് ദൈവത്തിൻ്റെ ആലയം, നിങ്ങൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയം അശുദ്ധമാക്കാൻ പാടില്ല. മദ്യം പകർന്ന് ഈ ആലയത്തെ അശുദ്ധമാക്കാൻ പാടില്ല. കഞ്ചാവ് തൊട്ട് ഈ ആലയത്തെ അശുദ്ധമാക്കാൻ പാടില്ല. ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് ഈ ആലയത്തെ അശുദ്ധമാക്കാൻ പാടില്ല. അശുദ്ധമായ ജീവിതത്തിൻ്റെ മ്ലേച്ഛതകളിൽ മുഴുകി ഈ ആലയം അശുദ്ധമാക്കരുത്. ഈ ആലയം വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ തിന്മ പകരാൻ പാടില്ല. ഇവിടെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഈ ആലയത്തിൽ പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഈ ആലയത്തിൽ പ്രതികാര ചിന്ത വരാൻ പാടില്ല. ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ യാതൊരു വിധമായ അശുദ്ധിയും വരാൻ പാടില്ല. അശുദ്ധി, പ്രിയപ്പെട്ടവരെ, ഇന്ന് തീരെ ചെറുപ്രായം മുതലേ കുട്ടികൾ അശുദ്ധിയിലേക്ക് പോകുന്നു. ചെറുപ്രായം മുതൽ പ്രേമെന്നോ ബോയ് ഫ്രണ്ടെന്നോ ഗേൾ ഫ്രണ്ടെന്നോ ഒക്കെ പറഞ്ഞുള്ള ഓമന പേര് പറഞ്ഞ് ഇന്ന് അനേകം പേര് തിന്മയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അശുദ്ധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്,
ഗദരദേശത്തെ ഭൂതവാസിയിൽ നിന്നിറങ്ങിപ്പോയ ആ ദുരാത്മാക്കൾ, ഭൂതങ്ങളെല്ലാം കൂടി ചെന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ കൂട്ടത്തോടെ പോയി കടലിൽ ചാടി വീർപ്പ് മുട്ടി ചത്തു എന്നതുപോലെ ഇന്ന് കൂട്ടത്തോടെ യുവാക്കൾ നാശത്തിലേക്ക് ഒഴുകുന്നു. യുവാക്കൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ ഇന്ന് തിന്മയിലേക്ക് ഒഴുകുന്നു. വിദ്യാഭ്യാസമല്ല ഒന്നാമത്തെ ലക്ഷ്യം. ചിലർ ഒന്നാമത്തെ ലക്ഷ്യമായി വെച്ചിരിക്കുന്നത് താമസിയാതെ എനിക്കൊരു മന്ത്രിയാകണം എന്നുള്ളതാണ്. രാഷ്ട്രീയം, മന്ത്രിയാകാനുള്ള വെത്തപ്പാടാണ്, പെട്ടെന്ന് വലിയ ഉന്നത സ്ഥാനത്തെത്താനാണ്. അതുകൊണ്ട് എന്ത് കൊള്ളതായ്മ കാണിക്കാൻ മടിയില്ല, കോളേജ് തകർക്കാൻ മടിയില്ല, അധ്യാപകരെ ചീത്ത വിളിക്കാൻ മടിയില്ല, എല്ലാ തിന്മകളിലും മുഴുകി അങ്ങനെ ജീവിതം താറുമാറാക്കുന്നു. ഹോസ്റ്റലുകളിലെ റാഗിങ് നടക്കുന്നു, ഹോസ്റ്റലുകളിലെ തിന്മകൾ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് പല പ്രേമവിഹാര രംഗങ്ങൾ ഇന്ന് കോളേജുകളിൽ അരങ്ങേറുന്നു. ഇതെല്ലാം നമ്മുടെ ആലയത്തെ അശുദ്ധമാക്കുന്ന, ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തിൽ നിന്ന് അശുദ്ധമാക്കുന്നതാണ്. എൻ്റെ ആലയം വിശുദ്ധമാണെന്ന് കർത്താവ് പറയുന്നു. 1 കൊരിന്ത്യർ 6:19 വായിക്കാം. ദൈവത്തിൻ്റെ മന്ദിരമാണ് നാം ഓരോരുത്തരും. നാമാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയത്തിന് അടിസ്ഥാനം ഇടുകയാണ്. ഇന്ന് നിങ്ങൾ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടാൽ, ഇന്ന് നിങ്ങളൊരു പുതിയ തീരുമാനമെടുത്താൽ, ഇന്ന് ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ശരീരമെന്നും എൻ്റെ ഹൃദയമെന്നും എൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് ഞാൻ കൊടുത്തിരിക്കുന്നെന്നും ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. കമോൺ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? എന്താണ് വിലയ്ക്ക് വാങ്ങിയത്? നാം ഒരു 10 സെൻറ്റ് ഭൂമി അവിടെ നിന്ന് വാങ്ങി, ആരോടെങ്കിലും വാങ്ങി. ആ ഭൂമിയിൽ നാം വാഴ നടുന്നു, അല്ലെങ്കിൽ തെങ്ങ് വയ്ക്കുന്നു, അല്ലെങ്കിൽ റബ്ബർ വയ്ക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്നു. അത് നാം വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ്. എന്നാൽ അതിനു മുൻപ് അത് വിറ്റയാൾ ആളിപ്പോൾ അവകാശം പറഞ്ഞ് വരാൻ നിർവാഹമില്ല. കാരണം അയാൾ അത് വിറ്റുപോയി, അയാളുടേതല്ല, വേറൊരാൾ കൊടുത്തുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് ഭൂമി വാങ്ങിയിരിക്കട്ടെ. ആ 10 ലക്ഷം നിങ്ങൾ കൊടുത്തത് കൊണ്ട് ആ ഭൂമി നിങ്ങളുടേതായി, മുമ്പ് അത് കൈവശം വെച്ചുകൊണ്ടിരുന്ന ആളുടേത് അല്ലാതായി എന്നതുപോലെ നാം നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനെ വിറ്റിരിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നാം ഒരു 10 ലക്ഷം രൂപ കൊടുത്തായിരിക്കും 10 സെൻറ്റ് ഭൂമി വാങ്ങിയത്. എന്നാൽ യേശുക്രിസ്തു നമ്മെ വാങ്ങിയത്, അവിടെ നിന്ന് കൊടുത്തത് തൻ്റെ സ്വന്തം ജീവനാണ്, സ്വന്തം രക്തമാണ്. സ്വന്തം രക്തം കർത്താവ് മറുവിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നാം നമുക്കുള്ളവരല്ല. നമ്മുടെ ഈ കൈകൾ നമ്മുടെ കൈകളല്ല, ഇത് യേശുവിൻ്റെ കൈകളായി മാറണം. നമ്മുടെ നാവല്ല, യേശുവിൻ്റെ നാവായി മാറണം. ചീത്ത വാക്ക് പറയാനുള്ളതല്ല ഈ നാവ് അശുദ്ധി സംസാരിക്കാനുള്ളതല്ല, ഈ നാവ് അസഭ്യവാക്കുകൾ പറയാനുള്ളതല്ല, ഈ നാവ് ശപിക്കാനുള്ളതല്ല, ഈ നാവ് മറ്റുള്ളവരുടെ ദൂഷ്യം പറയാനുള്ളതല്ല, ദൂഷണം പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ നാവ് പരിഹസിക്കാനുള്ളതല്ല, ഈ നാവ് പുച്ഛിക്കാനുള്ളതല്ല, ഈ നാവ് ആരെയും ആക്ഷേപിക്കാനുള്ളതല്ല, ഈ നാവ് ആരെയും ചെറുതാക്കി കാണിക്കാനുള്ളതല്ല. ഈ നാവ് യേശുവിനെ മഹത്വപ്പെടുത്തുവാനുള്ള നാവാണ്. ഈ നാവ് യേശുവിൻ്റെ നാവായി മാറുന്നു. സ്തോത്രം. നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകുമെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം വരണം. ഈ ഒരു മാറ്റം ഇത് ഇന്ന് നിങ്ങൾ ഒരാലയത്തിന് അടിസ്ഥാനമിടണം. ആലയത്തിന് അടിസ്ഥാനമിടുക എന്ന് പറഞ്ഞാൽ, ആലയത്തിന് നിങ്ങൾ അടിസ്ഥാനമിടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മഹാഭാഗ്യമായി നിങ്ങൾ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ആലയത്തിൻ്റെ അടിസ്ഥാനമിടുന്നത് നിങ്ങൾ ഓരോരുത്തരും അനുഭവമാക്കണം. നിങ്ങൾ തീരുമാനിക്കണം, കർത്താവേ, ഇത്രയും കാലം പിശാചാണ് ഈ ആലയത്തിൽ താമസിച്ചിരുന്നത്. ഈ എൻ്റെ ശരീരത്തിൽ പിശാച് കൊടികുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോപിച്ചത്. പിശാച് എൻ്റെ നാവിനെ നിയന്ത്രണം വയ്ക്കാതെ അവൻ എന്നെ കൊണ്ട് ചീത്തവാക്കൾ പറയിപ്പിച്ചത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. എൻ്റേതല്ല ഈ നാവ്, ഇത് യേശുവിൻ്റേതാണ്. യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. പക്ഷേ ഞാനത് അനുസരിച്ചില്ല. ഞാൻ ഇപ്പോഴും അവകാശം പറഞ്ഞ് പിശാചിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. കർത്താവ് പിശാചിനെ നമ്മിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. മാമോദിസായിൽ നാം പറഞ്ഞില്ലേ, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ കുഞ്ഞിൻ്റെ ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട്, തലതൊട്ടപ്പൻ്റെ ഇടത്തെ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്ത കയ്യിൽ പിടിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന്, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ നിന്നിലുള്ള സകല ഭയത്തെയും നിൻ്റെ സകല ശക്തിയെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതാണ്. 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ആ കുഞ്ഞിൻ്റെ വലത്തെ കയ്യിൽ സ്വന്തം വലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട്, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ സമർപ്പിച്ച ആ ദിവസം മുതൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമായി തീരേണ്ടതായിരുന്നു. ദൈവം നമ്മൾ വിലയ്ക്ക് വാങ്ങിയെന്ന് അറിയേണ്ടതായിരുന്നു. വിലയ്ക്ക് വാങ്ങിയെന്ന് അറിയാതെ നാം പിന്നെയും പാപം ചെയ്തുകൊണ്ടിരുന്നു. ഈ ശരീരം കൊണ്ട് എന്തെല്ലാം പാപങ്ങളാണ് ചെയ്തത്.
നമ്മുടെ കണ്ണ് എന്തെല്ലാം അശുദ്ധിയാണ് കണ്ടുപോയത്, നമ്മുടെ കേൾവിയിൽ എന്തെല്ലാം അശുദ്ധമായ വാക്കുകളാണ് കേട്ടുപോയത്, നമ്മുടെ ഹൃദയത്തിൽ കൂടി ഏതെല്ലാം അശുദ്ധമായ വികാരങ്ങളാണ് കടന്നുപോയത്, നമ്മുടെ ചിന്തയിൽ ഏതെല്ലാം വൈരാഗ്യ ചിന്തകളോ മറ്റുള്ളവരെ ദ്വേഷിക്കുന്ന ചിന്തകളോ കടന്നുപോയി. ഇതെല്ലാം പിശാചിൻ്റെ വകയാണ്. നാം ദൈവത്തിന് വകയായിത്തീരണം. എന്താണ് വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ, വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരിശരീര രക്തങ്ങൾ നാം സ്വീകരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ തിരിശരീര രക്തങ്ങൾ, ആ തിരിശരീര രക്തങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് തുല്യമായി തീരുകയാണ്. നമ്മുടെ രക്തധ്വനിയിൽ കൂടി ക്രിസ്തുവിൻ്റെ രക്തം പ്രവഹിക്കുകയാണ്. ഇത് നമ്മൾ ഇത് നാം അനുഭവമാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവമാക്കുമ്പോഴാണ് നമുക്ക് വാസ്തവ ക്രിസ്തീയ ജീവിതം ധന്യമാണെന്ന് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അടിസ്ഥാനമിടണം. ഞാൻ എൻ്റെയല്ല, ഞാൻ യേശുവിൻ്റെയാണ്. യേശുവേ, ഞാനിതാ എൻ്റെ ഈ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും നിനക്കായി ഞാനിതാ സമർപ്പിക്കുന്നു. ഇത്രയും കാലം ഞാൻ പിശാചിന് വിട്ടുകൊടുത്തതായിരുന്നു. ഞാനിത് എൻ്റെ കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ ജീവിതം നിനക്കായി ഞാൻ വേർതിരിച്ചു വയ്ക്കുന്നു. നാഥ, നീ എന്നെ സ്വീകരിക്കണമേ. പാപത്തിൽ നശിച്ചു പോയ എൻ്റെ ജീവിതത്തെ നീ ഇപ്പോൾ കൈക്കൊള്ളണം. ഇങ്ങനെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ആലയത്തിന് അടിസ്ഥാനമിടുകയാണ്. ആലയത്തിന് അടിസ്ഥാനമിട്ടാൽ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വായിക്കാം 18 വാക്യം മുതൽ. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടിവെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെക്കുവിൻ. ഈ അടിസ്ഥാനമിട്ട ഈ ദിവസം, ഈ ഡേറ്റ്, ഈ തീയതി, ഇന്നു മുതൽ നിങ്ങൾ ദൃഷ്ടിവെക്കുവിൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവിൻ. എന്ത്? വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? ഇനിയും വിത്ത് കളപ്പുരയിൽ കിടക്കേണ്ട കാര്യമില്ല. വെറുതെ കളപ്പുരയിൽ വിത്ത് കിടന്ന എന്താ പ്രയോജനം? വിത്ത് മണ്ണിലിടേണ്ടതാണ്. നല്ലപോലെ പണിത് ഒരുക്കിയ മണ്ണിലേക്ക് വിതയ്ക്കേണ്ടതാണ്. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുകയാണ്, കൃഷി നടക്കുന്നില്ല. പിന്നെ മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? നല്ല ഫലവൃക്ഷങ്ങളൊന്നും കായ്ക്കുന്നില്ലല്ലോ. എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലം കായ്ക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? വീട്ടിൽ തന്നെ പ്രയോജനം ഉണ്ടായോ? അതോ നിങ്ങളുടെ വീട്ടിൽ പലരെയും ദുഃഖിപ്പിച്ചോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങൾ മൂലം കരയേണ്ടി വന്നിട്ടുണ്ടോ? ആ സാധു ഏങ്ങലടിച്ച് കരയുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊരു കരുണ തോന്നാതെ പിന്നെയും മർദ്ദിച്ചില്ലേ? മദ്യപിച്ച് മദ്യത്തിൻ്റെ ആ കൂത്താട്ടത്തിൽ വന്ന് ഏതെല്ലാം ദുഷ്കൃതങ്ങളാണ് ചെയ്തു പോയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുബോധമില്ലാത്തവരെ പോലെ പെരുമാറിപ്പോയില്ലേ? അതുകൊണ്ട് വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കാൻ പാടില്ല. നിങ്ങൾ വിത്തെടുത്ത് വിതയ്ക്കാൻ തുടങ്ങണം. മുന്തിരിവള്ളി ഫലം കായ്ക്കണം, അത്തിവൃക്ഷം ഫലം കായ്ക്കണം, മാതളം ഫലം കായ്ക്കണം, ഒലിവുമരം കായ്ക്കണം. ഇതെല്ലാം ഇന്ന് നടക്കുന്നില്ല, ഫലം കായ്ക്കുന്നില്ല. നിങ്ങൾ നല്ല ഫലങ്ങൾ പുറപ്പെടുന്നുണ്ടോ? ദൈവം ചോദിക്കുകയാണ്, പ്രവാചകൻ്റെ നാവിൽ കൂടി ചോദിക്കുകയാണ്, നിങ്ങളിതുവരെയും നല്ല ഫലം കായ്ച്ചില്ലല്ലോ. കർത്താവ് സങ്കടത്തോട് ചോദിക്കുകയാണ്, നല്ല ഫലം കായ്ച്ചില്ലല്ലോ. നല്ല വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വന്നില്ലല്ലോ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ വന്നില്ലല്ലോ. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന വാക്കുകൾ വന്നില്ലല്ലോ. നിങ്ങളുടെ കൈ മറ്റുള്ള വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കുവാൻ നിങ്ങളുടെ കൈ നീട്ടിയില്ലല്ലോ. ദുഃഖിക്കുന്നവരെ നിങ്ങൾ സഹായിച്ചില്ലല്ലോ. ആവശ്യക്കാരെ നിങ്ങൾ അല്പം പോലും ഗവനിച്ചില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, നല്ല ഫലം കായ്ച്ചില്ലല്ലോ. എന്നാൽ നിങ്ങൾ ഇന്ന് അടിസ്ഥാനമിടുന്നു. ഇന്ന് നിങ്ങളുടെ അടിസ്ഥാനമിടുവീൻ. നിങ്ങൾ ആലയത്തിന് അടിസ്ഥാനമിടുവീൻ. ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അടുത്ത വാക്യം. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യകരമായ വാഗ്ദത്തമായി കൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ? നിങ്ങൾ നല്ല ഫലം കായ്ക്കാൻ തുടങ്ങും. നല്ല അനുഗ്രഹീതമായ പുഷ്ടഭോജനം നിങ്ങൾക്ക് പകരുവാൻ സാധിക്കും. അനേകർക്ക് സന്തോഷവും മധുരവും പകരുവാൻ നിങ്ങൾക്ക് സാധിക്കും. മധുരം പകരുക, അനേകർക്ക് ആശ്വാസം കൊടുക്കുക, നീറുന്ന ഹൃദയങ്ങൾക്ക് സമാധാനം കൊടുക്കുക, ഉള്ളു പൊള്ളി വരുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കുക. അത് വലിയ നേട്ടമാണ്, വലിയ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹം കൊടുക്കുന്നതായി തീരും. കാരണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അരുളി ചെയ്യുന്നു. നിത്യനായ ദൈവം ഹഗ്ഗായി പ്രവാചകൻ നാവിൽ കൂടി വളരെ ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തം നമുക്ക് തരികയാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് ആലയത്തിന് അടിസ്ഥാനമിടാൻ തോന്നുന്നുണ്ടോ? ആലയത്തിന് അടിസ്ഥാനമിടാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ മഹാഭാഗ്യം. ആലയത്തിന് അടിസ്ഥാനമിടുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോടൊരു വാക്ക് പറയണം, കർത്താവേ, ഇത്രയും കാലം പാഴാക്കി കളഞ്ഞു, പാഴായിപ്പോയി. കർത്താവേ, വ്യർത്ഥമായ കാര്യങ്ങൾ, വിലയില്ലാത്തതിൻ്റെ പിന്നാലെ ഞാൻ ഓടിപ്പോയി. എൻ്റെ ജീവിതം വിലകെട്ടതായിപ്പോയി. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തിയില്ല, നിനക്കും പ്രയോജനപ്പെട്ടില്ല. കർത്താവേ, ഞാൻ സങ്കടത്തോടെ തിരുമുമ്പാകെ ഞാൻ വരുന്നു. ദൈവം വേദനിച്ചുകൊണ്ട് നമ്മളെ നോക്കി പറയുന്നതാണെന്നറിയാമോ? ആകാശത്തെയും ഭൂമിയെയും ദൈവം സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ആകാശത്തെയും ഭൂമിയെയും ദൈവം സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു. എന്താണ് പറയുന്നത്? ആകാശമേ കേൾക്ക,
ഭൂമിയെ ചെവിതരിക. നിത്യനായ ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. യഹോവ അരുളി ചെയ്യുന്നു, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച്, എന്റെ ജനം എന്റെ മക്കൾ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ എത്ര ശിക്ഷിച്ചിട്ട് നിങ്ങൾ നേരെയാകുന്നില്ലല്ലോ. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾ അധികം പിന്മാറുകയേ ഉള്ളൂ. നിങ്ങൾ ശിക്ഷ ഏൽക്കും തോറും അധികം പിന്മാറുകയേ ഉള്ളൂ. നിങ്ങൾ മനം തിരിയുന്നില്ല. തല മുഴുവനും ദീനവും, നിങ്ങളുടെ തല മുഴുവനും ദീനമാണ്. ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ഹൃദയം മുഴുവൻ രോഗം പിടിച്ചിരിക്കും. തലയിലെ ചിന്തകൾ പാപം, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പാപം. ചിന്തയിലും അതാ വിചാരത്തിലും വികാരത്തിലും പാപം. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ തനതായ അവസ്ഥ കർത്താവ് തുറന്ന് കാണിച്ചു തരികയാണ്. നിങ്ങൾ പുറമേ നിങ്ങളിപ്പോൾ യാതൊരു വിധത്തിൽ ഉള്ളവരല്ലായിരിക്കാം, പുറമേ കുഷ്ഠരോഗമില്ലായിരിക്കാം, എന്ന് ആന്തരികമായി നിത്യനായ ദൈവം നോക്കുമ്പോൾ തൻ്റെ പ്രിയ സൃഷ്ടിയായ തൻ്റെ പ്രിയ മക്കൾ ഇന്ന് രോഗബാധിതരായിരിക്കുന്നു, ദുരിതം പിടിച്ചിരിക്കുന്നു, വ്രണങ്ങൾ ബാധിച്ചിരിക്കുന്നു. അടി തൊട്ടുമുടി വരെ ഒരു സുഖവുമില്ല. പിതാക്കന്മാർ പാടിയല്ലോ, നിങ്ങൾ പാടാറുണ്ടായിരിക്കുമല്ലോ. നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല. വൈദ്യന്മാർ വക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തില്ലൊരു ഗുണവും. എൻ വ്രണമോ കഠിനവും നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു. നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം. അടി തൊട്ടുമുടി ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്തവണവും മാത്രമേ ഉള്ളൂ. കർത്താവേ, നീ എൻ്റെ ദുരിതം നോക്കണമേ. നോക്കണമെൻ ദുരിതം നാഥ. പലതര ദോഷം ഞാൻ ചെയ്തു പോയി, ഞാൻ പാപം ചെയ്തു പോയി, അകൃത്യത്തിൽ വീണുപോയി. കർത്താവേ, എന്നെ ഈ പാവച്ചേറിൽ നിന്ന് കരയേറ്റണമേ. നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല. വൈദ്യന്മാർ വക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും. എൻ വ്രണമോ കഠിനവും നൽവൈദ്യ നിന്നെയും നീൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു. നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം. എൻ്റെ കർത്താവേ, ഈ പാവം നിറഞ്ഞ ജീവിതത്തിൽ ഈ സ്ഥിതിയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ പാവത്തിൽ ഞാൻ മരിച്ചു പോകുമല്ലോ. ഈ ഭൂമിയിൽ ഞാൻ മരിച്ചു പോകുമ്പോൾ പാവം എൻ്റെ പിന്നാലെ വരുമല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ ചെയ്തു കൂട്ടിയ പാവങ്ങൾ എത്ര. എൻ്റെ പാവത്തിന് പരിഹാരം വരുത്താൻ എന്നെ കൊണ്ടാവില്ലല്ലോ കർത്താവേ. എൻ പാപത്തിൽ ഞാൻ ഇടയാകരുതയ്യോ നാഥ, എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ. എൻ്റെ കണ്ണുനീർ ഞാൻ ചൊരിയുകയാണ്, എൻ്റെ ബാഷ്പങ്ങൾ ഞാൻ ചൊരിയുകയാണ്, കണ്ണീരൊഴുക്കുകയാണ്, കരയുകയാണ്. എൻ്റെ കർത്താവേ, നീ എന്നെ രക്ഷിക്കണമേ. എൻ പാപത്തിൽ ഞാൻ ഇടയാകരുതയ്യോ നാഥ, എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ. അജമോ മാടോ
മാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയായി അർപ്പിക്കുന്നില്ല. ശമോൻ തൻ ഭവനേ വന്ന പാവി സ്ത്രീ പോൽ ഇരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയതോരണമേ. സ്തോത്രം കർത്താവേ. കൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു കാളക്കിടാവിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാൻ എൻ്റെ കയ്യിലില്ല. ഒരു ആട്ടിൻകുട്ടി യാഗം കഴിക്കാൻ എൻ്റെ കയ്യിലില്ല. ഒരു ചങ്ങാലിയെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാൻ എൻ്റെ കയ്യിലില്ല. ഒരു കുറുപ്രാവിനെ പോലും കൊണ്ടുവരാൻ എൻ്റെ കയ്യിലില്ല. യാഗം അർപ്പിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. കർത്താവേ, തിരുമുൽക്കാഴ്ചയായി തിരുമുമ്പാ വരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ആകെ എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ എന്നുള്ള സങ്കടത്തോടെ എൻ്റെ അനുതാപത്തിൻ്റെ കണ്ണീര്, 2 തുള്ളി കണ്ണീര് ഞാൻ വീഴ്ത്താം, അല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവത്തിലേക്കും അനുതാപത്തിലേക്കും നാം വന്നാൽ അടിസ്ഥാനമിട്ടു, ആലയത്തിന് അടിസ്ഥാനം വിട്ടാലോ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, ഇന്നു അനുഗ്രഹീതമായ ഒരു ശോഭനമായ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയും, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ, നീ തന്ന വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാക്കണമേ, എന്നെ നീ അനുഗ്രഹിച്ച് നിനക്ക് ഹിതകരമായ ജീവിതം നയിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. നാഥ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ പാപങ്ങളെ ക്ഷമിക്കോട്ട് പോകുവാൻ കർത്താവേ നിൻ്റെ തിരുരക്തത്തിൻ്റെ മേൽ തളിക്കണമേ. എനിക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞ രക്തം ഇപ്പോൾ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തുടരണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. തീരുമാനമെടുത്ത് വാക്ക് പറഞ്ഞവർക്ക് എൻ്റെ കർത്താവിൻ്റെ പ്രത്യേക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. എൻ്റെ യേശുവിനോടുള്ള ജീവിതമാണ് ഏറ്റവും സൗഭാഗ്യം എന്ന് കാണുവാനുള്ളതായ ഭാഗ്യം എല്ലാവർക്കും നൽകണമേ കർത്താവേ. നാഥ, അവിടുത്തെ 2ാമത്തെ വരവിൽ ഞങ്ങളെല്ലാവരും സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.